viewers, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി കുക്കിംഗ് വ്ളോഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓട്സ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഫുഡ് ഐറ്റംസിലെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഇപ്പം ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിലും നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. പ്രഗ്നൻസി മാത്രമല്ല, ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി അല്ല, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ അത്യാവശ്യം സിമ്പിളായിട്ടാണ്, ഓട്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഐറ്റം ആണ്. പക്ഷെ അത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കാം, പുട്ട് ഉണ്ടാക്കാം, പിന്നെ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, എന്തുവാ, പാൻ കേക്ക് ഉണ്ടാക്കാം, കുറുക്ക് ഉണ്ടാക്കാം, നോർമൽ നമ്മുടെ കഞ്ഞി പോലെ ആക്കി കഴിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, കഞ്ഞിയാക്കി കഴിക്കാറുണ്ട്. എനിക്ക് എന്താണോ അന്നേരം കഴിക്കാൻ താല്പര്യം തോന്നുന്നത് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഓട്സ് ആണ്. ഇത് സംഭവം മറ്റേ പാക്കറ്റിനകത്ത് അത് പൊട്ടിച്ചതിൻ്റെ അകത്തോട്ട് ആക്കിയെന്നുള്ളൂ, തീർന്നു. ഇനി മേടിക്കണം, കഴിഞ്ഞു, ഇച്ചിരി കൂടെ ഉള്ളു. ഇത് ഒരു 1.5 സ്പൂൺ, ഞാൻ എൻ്റെ അളവിൽ, എനിക്ക് പാകത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഡിന്നറായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചോറൊക്കെ കുറച്ചിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഞാൻ സ്മൂത്തി ആയിരുന്നു കൂടുതലും പ്രഗ്നൻസി ടൈമിൽ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അത് മാറ്റിയിട്ട് കുറച്ച് വിപുലീകരിച്ച് കൊണ്ടുവരികയാണ്. കാര്യം 2 ആൾക്കുള്ള പാല് കൊടുക്കണമല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എടുക്കാനുള്ളത് ഓട്സ് ആണ്. ഓട്സ് എടുക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡയറ്റ് നോക്കുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് ഞാൻ വേറെ പറഞ്ഞുതരാം. ഓട്സ് തേൻ്റെ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ എടുത്ത് 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയും മതി, എൻ്റെ അളവിൽ എനിക്ക് അത്രയും മതി. ഇതാണ്ട് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലിന് പകരം ഡയറ്റ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. പിന്നെ പാല് വേണ്ട, പാല് കഴിക്കില്ല എന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ട്. ഇത് സംഭവം പാല് അധികം ഇരിക്കുന്നു, രാവിലെ കൊണ്ടുവന്ന പാലാണ് ഇത്. പക്ഷെ ഞാൻ പാല് കാച്ചി കുടിച്ചില്ല. ഇപ്പം കാശി ബേബി ആണെന്നുണ്ടെങ്കിൽ പാല് കുടിക്കുന്നില്ല. ബോട്ടിൽ ഫീഡിങ് അവനിപ്പം പറ്റുന്നേ ഇല്ല, അവൻ കഴിക്കുന്നില്ല. ഞാൻ ഫീഡ് ചെയ്യുന്നോണ്ടിട്ട് അവൻ അത് കുടിക്കുന്നില്ല. സോ അതിൻ്റെ ഇരിക്കുന്നത്, ഞാനും രാവിലെ പാല് കഴിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം. സോ ഞാൻ രാവിലെ പാല് കുടിച്ചില്ല. അപ്പം ഞാൻ ഓട്സിൻ്റെ കൂടെ ആകുമ്പം എല്ലാം ചെയ്യുമല്ലോ. ഇതും ഡെയിലി രണ്ട് ഗ്ലാസ്, രാവിലെ 1 ഗ്ലാസ്, വൈകിട്ട് 1 ഗ്ലാസ്, അങ്ങനെ കഴിക്കണം എന്നാണ് ന്യൂട്രീഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞ കണക്ക് രാവിലെ കഴിക്കാത്തതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും വെച്ച് വൈകുന്നേരം ഇത് കഴിക്കാറ്. അപ്പോൾ പാല് പശുവും പാലാണ് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തു. ഞാൻ അങ്ങനെ കൈ കളക്കുമെന്ന് അതിന് പറയുന്നില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നതായിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കുന്ന, വാശി പിടിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. പാലെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ അധികം എടുക്കുന്നില്ല, പാലിശി കട്ടിക്കിരുന്നോട്ട് വെച്ചിട്ട് കുറച്ച് മാത്രം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ക്യാരറ്റ്. ചിലർക്ക് ഈ ഓട്സിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ക്യാരറ്റോ ബീട്രൂട്ടോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും തന്നെയായിരിക്കും നല്ലത്. വേറൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ.
പിന്നെ ഫ്രൂട്ട്സ് എന്തും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ ചേർക്കാം, മാംഗോ വേണമെങ്കിൽ മാംഗോ ചേർക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ തൊലി ഒന്ന് ചേർത്തി കളയാം, ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കൊത്തിപ്പൊടിച്ചെറിഞ്ഞെടുത്താലും മതിയായി, സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ. അത്യാവശ്യം ഹെൽത്തിയാണ്, ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറയണത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു ക്യാരറ്റാണ് എടുത്തത്. പിള്ളേർക്കൊക്കെ കൊടുക്കാം, നല്ലതാണ്, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കാൻ പോണത്. നിങ്ങൾക്ക് പഞ്ചസാര എല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാതെയും കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തേനുണ്ടല്ലോ, തേൻ ചേർത്ത് കൊടുക്കാം, ഈന്തപ്പഴം അരച്ച് ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് തേനും ഇല്ല ഈന്തപ്പഴവും ഇല്ല, അതുകൊണ്ടിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്കങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് ഷുഗർ കട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് കഴിക്കുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഷുഗർ കട്ട് ഇപ്പം ഒരുവിധം എല്ലാവരും ഷുഗർ കട്ട് എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. ഷുഗർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേൻ, അതായത് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് തേൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ ക്യാരറ്റ് മസ്റ്റാണ് കേട്ടോ. ക്യാരറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് എന്തായാലും, മറ്റേ ബീട്രൂട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കണക്ക് പാലാവാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നെ ഞാൻ ചേർത്ത കണക്ക് പശുവും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് മിൽമ പാല് ആയാലും കുഴപ്പമില്ല, ഏത് പാലായാലും കുഴപ്പമില്ല, പാല് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പാലുണ്ടാകാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ. നമ്മൾ ഡെലിവറി കഴിഞ്ഞവർ ഡെയിലി ഒരു ഹാഫ് പോർഷൻ ഓഫ് ഈ കോക്കനട്ട് നമുക്ക് തേങ്ങ കഴിക്കണമെന്നാണ് പറയുന്നത്. കാര്യം പാലുണ്ടാകാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ തന്നെയാണ്. ഞാൻ കാശിയുടെ സമയത്ത് കഴിക്കുമായിരുന്നു. എങ്ങനെയാണ്, തേങ്ങാപ്പാൽ എടുത്തിട്ട് ഓട്സുമായിട്ട് കാഴ്ച കുടിക്കുമായിരുന്നു. അന്ന് എന്നെ നോക്കാനായിട്ട് ഒരു ആൻറ്റീനെ, 2 ആൻറ്റിമാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു കാശിയുടെ സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെലിവറിയിലുള്ള ആ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ എന്താ ആ ഒരു കൺസിഡറേഷനും സെക്കൻഡ് ഡെലിവറിയിൽ ഉണ്ടാവില്ല. സത്യമാണ് കേട്ടോ. ഈ സാധനം ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പണ്ടേ ഉള്ളതാണ് ഇതൊക്കെ, പണ്ട് ഇവിടെ ഏൽപ്പിച്ചിരുന്ന ഐറ്റംസാണ്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തോരനൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ സാധനത്തിനകത്ത് വെച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പൊ പിന്നെ മറ്റേ കട്ടിങ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറേ പോർഷൻസ് താഴെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ക്യാരറ്റ് ഓരെണ്ണം വേണ്ടത് ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേത് ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് വേണമെങ്കിൽ എടുക്കാം. ഇത് നമുക്ക് ഈ ഓട്സിൻ്റെ അത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, കഴിച്ചോളും, ഉറപ്പായിട്ടും കഴിച്ചോളും. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കുതിർത്ത് വെച്ചിട്ട് അത് വേണമെങ്കിൽ അരച്ച് ചേർക്കാം. അതൊക്കെ വണ്ണം കൂട്ടും കേട്ടോ. ഇപ്പം പിന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ അധികം വണ്ണം വെക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊന്നും കഴിക്കാതിരിക്കാറില്ല. ആവശ്യമുള്ളത് കഴിക്കാറുണ്ട്. കാര്യം എന്നെ മാത്രമല്ലല്ലോ, എൻ്റെ മാത്രം കാര്യമല്ലല്ലോ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോട് നോക്കാനുള്ളത് കൊണ്ടിട്ട് ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ബാക്കി ഞാൻ വർത്താനം പറയാം. ഇപ്പം നമുക്ക് ഒരു ഹാഫ് സ്പൂണ് അത്രയും മതി കേട്ടോ. അത് കുറച്ച് മതി. എനിക്ക് അധികം ഷുഗർ വേണ്ടാത്തതുകൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു അളവനുസരിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇത് കാണാനായിട്ട് ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്, കാണാമോ? ആ ഒരു ഓറഞ്ച് കളറൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളും കഴിച്ചോളും. ഇവിടെ കാശിക്ക് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്ന് അവനും കഴിച്ചോളും. ഇനി ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ തേങ്ങ തിരിഞ്ഞതാണ്.
തേങ്ങാപ്പാലിന് പകരമാണ് ഞാൻ തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ തിരുമ്മിയതാകുമ്പോഴത്തേനും കടിക്കാൻ കിട്ടും. നമുക്ക് പായസം, നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുമല്ലോ, ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു എങ്ങനെ പറയണ്ട, ഒരു ഗോതമ്പ് പായസമൊക്കെ കുടിക്കുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറക്റ്റ് ഒരു പായസം കഴിക്കുന്ന പോലെ തോന്നും. ഞാൻ ഈ പറഞ്ഞ കണക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും ടേസ്റ്റാണ്. തേങ്ങാപ്പാലും ഈ നമ്മുടെ മറ്റേ ഇതിൻ്റെ പേര് എന്താണ്, ക്യാരറ്റ് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്ത് കഴിക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് റെസിപ്പി എന്ന് പറയാൻ മാത്രമേ. ഇതൊക്കെ എൻ്റെ ഓരോരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. ഇതാരും പറഞ്ഞു തന്നൊന്നുമല്ല. ഓട്സും മറ്റേ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർത്തുണ്ടാക്കി കഴിഞ്ഞാൽ പാല് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയുടെ ടൈമിൽ അറിയാമായിരുന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്യാരറ്റ്, തേങ്ങ തിരുമ്മിയതൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് കൈന്നിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നല്ല രീതിയിൽ കുറുകി വരണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരുവിധം കുറുക്കി വരാറാവുന്നുണ്ട്. എന്നാലും അത് ആ ഒരു പാലിൻ്റെ ആ ഒരു ഇതുണ്ട്. ഞാൻ പോയി തേങ്ങ എടുത്തിട്ട് വരാം. എന്താ വേണ്ടത്? തേങ്ങ ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരികി ഞങ്ങൾക്ക് ടിന്നിൻ്റകത്തൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കണ്ടോ? പിന്നെ ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് എടുത്താൽ മതിയല്ലോ. തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ പാകമാണ്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനിൽ പാലുണ്ടാകാനും ബെസ്റ്റാണ് ഈ തേങ്ങ എന്ന് പറയുന്ന സാധനം. അത് ഒരുവിധം നമ്മൾ വെന്ത് കഴിയുമ്പോൾ ആ ഓട്സ് കുക്കായി കഴിയുമ്പോഴത്തേനും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തൊരു 2.5 സ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ കുറുകും കേട്ടോ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേന്. അടിയിൽ പിടിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് കണക്ക് ഇതേപോലെ പാലുണ്ടാവാനുള്ള ടിപ്സൊക്കെ അറിയാവുന്ന ചേച്ചിമാരെ കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് കഴിഞ്ഞ ഒരു ഷോർട്സിൽ ഞാൻ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പല ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തന്ന മിക്ക സാധനങ്ങളും എനിക്ക് യൂസ്ഫുൾ ആണ്. ഒരു ചേച്ചിയല്ല, കുറേ പേര് ഉണക്കസ്രാവിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഇവിടെ ഉണക്കസ്രാവ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ അങ്ങനെ വാങ്ങിയിട്ടില്ല. വീട്ടിൽ ഉണക്കസ്രാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഐറ്റം കണ്ടിട്ടേ ഇല്ല. കിട്ടുമായിരിക്കാം, എനിക്ക് അറിയത്തില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കണം. ഉണക്കസ്രാവ് കഴിക്കുന്ന നല്ലതാണ്. തീയിൽ വെച്ച് കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കുടംപുളിയുടെ രസമൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ചേന മെഴുക്ക് വരട്ടി, പിന്നെ കുരുമുളക് ഒരുപാട് ചേർത്തൊക്കെ ആക്കി തരാറുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാലുണ്ടാവാൻ. എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പാലുണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിച്ചു എന്ന് വീഡിയോ ചെയ്യണമെന്ന്. ഞാനിതെല്ലാം കഴിച്ച് എല്ലാത്തിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറിയത് കഴുത്തൊക്കെ നല്ല കറാന്നിരിക്കുകയായിരുന്നു ഡെലിവറി എടുത്തപ്പോഴത്തേക്ക്. ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സ്കിൻ കെയർ മീൻസ് കെമിക്കലല്ല കേട്ടോ, നാച്ചുറൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി കഴിയുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം, ഇതൊക്കെ മാറാൻ ഇച്ചിരി താമസം ഉണ്ടാവുന്നുണ്ട്. ഡെലിവറി കഴിയുമ്പോൾ തന്നെ മാറും. പിന്നെ എനിക്ക് ഡെലിവറി ടൈമിൽ 65 kg ആണ്, 65 50 80 ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റ്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റ് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ വെയിറ്റ് 59 40. വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. അതായത് ബേബിയുടെ വെയിറ്റ് 2600 ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലൂയിഡ് ഗ്ലാസിൻ്റെ അങ്ങനെയൊക്കെ ഒരുവിധം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നോക്കി, അതുകൊണ്ടിട്ട് കറക്റ്റ് അന്നേരം എത്ര ഉണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞപ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വയ്യായിരുന്നു. ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ബിക്കോസ്
നമ്മൾ പാൽ കൊടുത്തോണ്ടിരിക്കില്ല, അതുകൊണ്ടിട്ട് ഞാൻ വണ്ണം കുറയുക അതേ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഇരുന്നോട്ടെ, ഒരു 6 months വരെയൊക്കെ പിള്ളേർക്കുള്ള പാലൊക്കെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുകയാണ്. സോ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ വെയിറ്റ് ലോസ് ചെയ്യണം, വെയിറ്റ് ലോസിൻ്റെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടൊന്നും ആരും ചിന്തിക്കുക ചെയ്യല്ലേ. കുറഞ്ഞതൊരു 3 മാസത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ലോസിൻ്റെ കാര്യം മനസ്സിൽ കൊണ്ടുവരികയേ ചെയ്യണ്ട. കുഞ്ഞിനുള്ള പാൽ കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവണം നമുക്ക്. ചില അമ്മമാർക്ക് പാലില്ലാത്തവരുണ്ട് കേട്ടോ, ഞാൻ അവരെ വിഷമിക്കാനൊന്നും പറഞ്ഞല്ല. ചിലർക്ക് പാലുണ്ടാവാറില്ല. സോ ഫോർമുല മിൽക്ക് തന്നെയായിരിക്കും മിക്ക എല്ലാവരും കൊടുക്കാറുള്ളത്, പാലില്ലാത്തവർ. ചിലർക്ക് നിപ്പിൾ ഉണ്ടാവില്ല എന്ന് പറയും. നമുക്ക് ബ്രസ്റ്റിൽ നിപ്പിൾ കാണത്തില്ല ചിലർക്ക്, കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിലും പാൽ കൊടുക്കാൻ പറ്റില്ല. ഒന്നും പ്രശ്നമില്ല, കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്തായാലും. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഇതേണൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹെൽത്ത് നോക്കാനും കൂടി വേണ്ടിയിട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പം ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് നോക്കാറുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പറയും എനിക്ക് ഇന്ന സാധനം വേണം ഉണ്ടാക്കി തരാൻ പറയാറുണ്ട്. നമുക്ക് നമ്മളോടൊരു കൺസേൺ ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ ബേബീസിനോടൊരു കൺസേൺ ഉണ്ടാവണം. ഇത് പക്ഷേ ഡെലിവറി ടൈമിൽ മാത്രം കഴിക്കാവുന്ന ഐറ്റം ഒന്നും അല്ല കേട്ടോ, എപ്പോൾ വേണേലും ആർക്ക് വേണേലും കഴിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കണക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വെള്ളത്തിൽ ഇത് കണക്ക് ക്യാരറ്റും ഓട്സും കൂടെ ചേർത്തിട്ട് കഴിക്കാം. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ ആഡ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് അധികമല്ല, കുറച്ച് ചെറിയ അളവിൽ ഉപ്പ്. പിന്നെ അപ്പോൾ നമ്മളൊരു കഞ്ഞിയൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ജസ്റ്റ് അച്ചാറോ അവിയലോ തോരനോ ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ടച്ചിങ്സ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഓരോരോ പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞല്ലോ. സോ ഓരോരോ ഇങ്ങനെ പരീക്ഷിച്ച് പോകാറുണ്ട്. നമ്മുടെ ഓട്സ് ഒരുവിധം ആയിട്ടുണ്ട്, കുറച്ചും കൂടെ കുറുകണം. എനിക്ക് കുറുകിയ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇഷ്ടം. ഞാനിത് വേവിച്ചിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് പോകും. ഗ്യാസ് പോകണമെന്നുണ്ടെങ്കിൽ വലിയ വെച്ച് നോട്ടി. വെറുതെ ഇതിനകത്ത് വലിച്ച് നീട്ടാനും പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് വേറെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. സോ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതാക്കി കഴിഞ്ഞിട്ട് ഇതാവണം. അപ്പോൾ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലുള്ള ഇച്ചിക്കൂടെ പറ്റിക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം, കുറച്ചും കൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിത് ഒരു പ്ലേറ്റിലോട്ടാക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ ഇനി തണുപ്പിച്ച് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഓട്സിൻ്റെ പായസമൊന്നോ എന്ത് വേണേലും ഇതിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.